சிறு சிறு துளியாய் விழும் தருணம் இல்லை. ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പ്രവി കാണുന്ന 3D ടൈപ്പ് വീഡിയോ എഡിറ്റിംഗ് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു തരാൻ. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം മ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലും ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് റൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് എഫക്റ്റിൻ്റെ അത് ലിറിക്കൽ എഫക്റ്റിൻ്റെയും അതുപോലെ തന്നെ ബീറ്റ് മാർക്കിൻ്റെയും 2 ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. പ്രീസെറ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും XML ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലും ആഡ് ചെയ്തിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ, ഈ 2 ലിങ്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ 15-ാം തീയതിയിലെ ബീറ്റ് മാർക്ക് എന്ന് പറഞ്ഞ ടേബിൾ ഉണ്ടല്ലോ, താഴെ കാണുന്ന ആ ടേബിളിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ആ ടേബിൾ എടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് റെക്റ്റാങ്കിൾ ഷേപ്പ് 7 കൊടുത്തിട്ടുണ്ട്, സോങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 3Dയിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സൈഡിൽ കാണുന്ന ക്യാമറയുടെ ഒരു ഐക്കണുണ്ട്, അത് ക്ലിക്ക് ചെയ്ത ശേഷം ക്യാമറ എനേബിൾ ആക്കാൻ നേരത്തെ നമുക്ക് 3Dയിലോട്ട് കൺവേർട്ട് ആകത്തുള്ളൂ. നമുക്കിവിടെയുള്ള ഈ റെക്റ്റാങ്കിൾ ഷേപ്പിൻ്റെ സ്ഥാനത്ത് ഫോട്ടോസുകൾ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് മാത്രമേ ഞാൻ പറഞ്ഞു തരത്തുള്ളൂ. ഫുള്ളായിട്ട് പറഞ്ഞു തരണമെങ്കിൽ ടൈം ഒരുപാട് എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റായിട്ട് ഈ ഫോട്ടോ ചേഞ്ച് ചെയ്യുന്നത് മാത്രം പറഞ്ഞു തരുന്നത്. നമുക്ക് ആദ്യം തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫോട്ടോയുടെ റെസൊല്യൂഷൻ കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഹോം പേജ് എടുത്ത ശേഷം, അതായത് അലൈറ്റ് മോഷൻ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്താൽ മതി. ബാക്ക് അടിക്കുക, ഹോം പേജ് എടുക്കുക. ഹോം പേജ് എടുത്ത ശേഷം താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഈ 1.1 ആസ്പെക്ട് റേഷ്യോ കാണുന്നുണ്ടല്ലോ, അത് സെലക്ട് ചെയ്യുക. 1.1 ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യുക. റെസൊല്യൂഷൻ ഫുൾ HD കൊടുക്കുക. ഫ്രെയിം റേറ്റ് 30 ബ്ലാക്ക് ആയിട്ടും കൊടുത്തിട്ട് ക്രിയേറ്റ് എ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇവിടെ താഴെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ആഡ് കൊടുക്കുക. ഇതിൻ്റെ നമ്മൾ സൈസ് മാത്രം കൂട്ടി കൊടുക്കുക. അതിനായിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ 3ാമത് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രീൻ ഫിറ്റ് ആകരുത്, ഇതുപോലെ കറക്റ്റായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കറക്റ്റായിട്ട് വെക്കുക. വെച്ച ശേഷം ഇതിലാണ് നമ്മൾ ഫോട്ടോ ആഡ് ചെയ്യാൻ പോകുന്നത്. അത് കറക്റ്റായിട്ട് കൊടുത്ത ശേഷം വീണ്ടും നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മീഡിയച്ചിൽ നമ്മുടെ ഗാലറി കിടക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇത് കറക്റ്റ് ആ 1.1 ആസ്പെക്ട് റേഷ്യോ ആണ്, അതുകൊണ്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് അറിയത്തില്ലായിരിക്കും. കറക്റ്റ് ഇതുപോലെ തന്നെ വെച്ച ശേഷം നമുക്ക് ഈ ഫോട്ടോയും റെക്റ്റാങ്കിൾ ഷേപ്പും കാണുന്നുള്ള ഈ റെക്റ്റാങ്കിൾ ഷേപ്പ് മുകളിലായിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വെക്കുക. റെക്റ്റാങ്കിൾ ഷേപ്പ് മുകളിൽ തന്നെ ആയിരിക്കണം. അതിനുശേഷം ഇത് രണ്ടും ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് മുകളിൽ കാണുന്ന സെൻറ്ററിൽ കാണുന്ന ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ഉണ്ട്, അത് സെലക്ട് ചെയ്യാൻ നമുക്ക് ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ അത് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് സെലക്ട് ചെയ്ത ശേഷം എഡിറ്റ് ഗ്രൂപ്പ് താഴെ കാണുന്നുണ്ട് സെലക്ട് ചെയ്ത് നമ്മൾ ഫോട്ടോയിൽ എത്ര വലിപ്പം കൂട്ടിയാലും നമ്മൾ ഫസ്റ്റിലെ ആഡ് ചെയ്ത ആ റെക്റ്റാങ്കിൾ ഷേപ്പിൻ്റെ പുറത്ത് പോകത്തില്ല. ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക. കണ്ടല്ലോ, ഇതുപോലെ കറക്റ്റായിട്ട് വലിപ്പം കൂട്ടുക. സൂം ചെയ്യാം, നേരെയാക്കുകയാണെങ്കിൽ നേരെയാക്കാം, ഫസ്റ്റിലത്തെ ഓപ്ഷൻ. അതിനുശേഷം ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച ശേഷം നമുക്ക് ഈ പേജ് ട്രാൻസ്പെറൻ്റ് ആക്കണം. ട്രാൻസ്പെറൻ്റ് ആക്കാനായിട്ട് മുകളിൽ കാണുന്ന സെറ്റിങ്സ് ഉണ്ടല്ലോ, സെറ്റിങ്സ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, താഴെ കാണുന്നത് അത് സെലക്ട് ചെയ്യുക. ബ്ലാക്ക് ആയിരിക്കും കിടക്കുന്നത്, അത് സെലക്ട് ചെയ്യുക. നമ്മൾ ഏറ്റവും താഴെ ട്രാൻസ്പെറൻറ്റ് കാണുന്നുണ്ടല്ലോ, അത് സെലക്ട് ചെയ്യുക. അതായത് PNGയിലോട്ടാണ് ഈ ഫോട്ടോ കൺവേർട്ട് ആകുന്നത്. അതിനുശേഷം ബാക്ക് അടിക്കുക, എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കറൻറ്റ് ഫ്രെയിം ആസ് PNG ക്ലിക്ക് ചെയ്യാനകത്ത് നമുക്ക് PNG ആയിട്ടുള്ള ഫോട്ടോ ലഭിക്കുന്നതാണ്. കണ്ടല്ലോ, ഇതുപോലെയുള്ള 7 ഫോട്ടോകളാണ് നമുക്ക് വേണ്ടത്. ഫസ്റ്റിലെ മാത്രം നമ്മൾ ഈ റെക്റ്റാങ്കിൾ ഷേപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ഫോട്ടോ സേവ് ചെയ്ത ശേഷം ബാക്ക് അടിക്കുക, എഡിറ്റ് ഗ്രൂപ്പ് വെക്കുക. എഡിറ്റ് ഗ്രൂപ്പ് എടുത്തിട്ട് നമ്മൾ ആ ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം നമ്മൾ അടുത്ത ഫോട്ടോയും ആഡ് ചെയ്ത് കൊടുക്കുന്നു. വേറെ സൈസുള്ള ഫോട്ടോ ആഡ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടല്ലോ, ഈ ഫോട്ടോ ആണല്ലോ, ഈ ഫോട്ടോ നമ്മൾ ആഡ് ചെയ്യുന്നു, ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക. അതിനുശേഷം പ്രത്യേകം ശ്രദ്ധിക്കുക, റെക്റ്റാങ്കിൾ ഷേപ്പ് മുകളിൽ തന്നെ ആയിരിക്കണം, ഫോട്ടോ താഴെയും കറക്റ്റായിട്ട് വെക്കുക. വെച്ച ശേഷം ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എത്ര സൂം ചെയ്യാനും നമ്മൾ ആ ഫ്രെയിമിൻ്റെ പുറത്ത് പോകത്തില്ല. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക, എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കറൻറ്റ് ഫ്രെയിം ആസ് PNG ക്ലിക്ക് ചെയ്യുക. ഇതുപോലെയുള്ള 7 ഫോട്ടോകളാണ് നമുക്ക് ഈ പ്രൊജക്റ്റിന് ഉപയോഗിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് 7 ഫോട്ടോസുകൾ എഡിറ്റ് ചെയ്ത ശേഷം നമ്മൾ ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുക്കുക. അതായത് 3D നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഉണ്ടല്ലോ, എടുക്കുക. എടുത്ത ശേഷം നമ്മളത് 3Dയിലോട്ട് കൺവേർട്ട് ചെയ്യുക. സൈഡിൽ കാണുന്ന ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ ഗ്രീൻ ലെയർ കാണുന്നുണ്ടല്ലോ, ഗ്രീൻ ലെയർ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ക്ലിക്ക് ചെയ്യുക, കളർ ആൻഡ് ഫിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഗാലറി വാങ്ങുന്ന ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ മാത്രം കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയും മാത്രം കൊടുത്താൽ മതി. കണ്ടല്ലോ, നമുക്ക് ഫോട്ടോകളൊക്കെ കറക്റ്റായിട്ട് ചേഞ്ച് ആകുന്നതാണ്. ഇതുപോലെ താഴെ കൊടുത്തിരിക്കുന്ന ഓരോ ഗ്രീൻ ലെയറും ക്ലിക്ക് ചെയ്യുക, കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളിങ്ങനെ ഫോട്ടോകൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഈ 2 ഫോട്ടോ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇത് തന്നെ മാറ്റിയും തിരിച്ചും ഈ സെയിം ഫോട്ടോ തന്നെ ആഡ് ചെയ്ത് കാണിച്ചു തരാം എൻഡ് വരെ. കറക്റ്റായിട്ട് ഓരോ ഗ്രീൻ ലെയറും സെലക്ട് ചെയ്യുക. അതിനുശേഷം കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ നമ്മൾ കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത ഫോട്ടോ എൻഡ് വരെ കറക്റ്റായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടല്ലോ,
അപ്പോൾ നമുക്ക് ഫോട്ടോസുകൾ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കും. ബാക്കി ലിറിക്സ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. വീഡിയോ എല്ലാം വരുന്നില്ലെങ്കിൽ ഈ ഫോട്ടോയൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. HD ക്വാളിറ്റിയിലെ ഫോട്ടോയും വീഡിയോ എല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ആ വീഡിയോയെക്കുറിച്ച് സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് എല്ലാ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ഫോട്ടോസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. കണ്ടല്ലോ, ഇതുപോലെ ഇന്ന് ബാക്ക് അടിച്ച് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടല്ലോ, പ്രിവ്യൂ കണ്ടിരിക്കുന്ന കറക്റ്റിൽ നമുക്ക് ഫോട്ടോസുകൾ കറക്റ്റായിട്ട് ആഡാകും. ചുമ്മാ ജസ്റ്റായിട്ട് നിങ്ങൾ ഫോട്ടോസുകൾ ആഡ് ചെയ്തതിന് ഇങ്ങനെ കിട്ടത്തില്ല. അതുകൊണ്ടാണ് കറക്റ്റ് ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. കറക്റ്റായിട്ട് നമ്മൾ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് ലിറിക്കൽ എഫക്റ്റ് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച ശേഷം നമ്മൾ ലിറിക്സിൻ്റെ ടേബിൾ ഉണ്ടല്ലോ, എഫക്റ്റ് ടേബിൾ എടുത്ത ശേഷം ഇവിടെ നോക്കാം. ഈ ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നോക്കി നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. നമ്മൾ ഈ ഫുള്ള് ഇങ്ങനെ ലെയറും സെലക്ട് ചെയ്യുക. കറക്റ്റായിട്ട് നമ്മൾ ഇതിനൊക്കെ വാല്യൂ കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ഓൾ കൊടുക്കുന്ന 12 ലെയർ ഉണ്ട്. 12 ലെയർ ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കോപ്പി 12 ലെയർ നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം ബാക്ക് അടിക്കുക. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുക്കുക. ടേബിൾ എടുത്ത ശേഷം കറക്റ്റ് ആ ടൈമിൽ തന്നെ അപ്ലൈ കൊടുക്കുക. 57 മില്ലി സെക്കൻഡ് ശേഷം വരുന്ന സമയത്ത് 57 മില്ലി സെക്കൻഡ് കാണുന്നുണ്ടല്ലോ, ആ ടൈമിൽ കറക്റ്റായിട്ട് വെച്ച ശേഷം കണ്ടല്ലോ 57 മില്ലി സെക്കൻഡാണ്. അതിനുശേഷം ചെറിയ പ്ലസ് ബട്ടൺ മുകളിൽ കാണുന്നത് ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് 12 ലെയറും പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കറക്റ്റായിട്ട് നിങ്ങൾ ഇനി പ്ലേ ചെയ്ത് നോക്കാം. നമുക്ക് ക്യാമറ 3Dയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് മാറ്റി കാണിച്ചു തരാം. 3Dയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പ്ലേ ചെയ്യുന്നത് കറക്റ്റ് ആ പ്രിവ്യൂ പറഞ്ഞിരിക്കുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഫോട്ടോസിൻ്റെ താഴെയായിട്ട് ലിറിക്ക് എഫക്റ്റ് വരുന്നത് കാണാൻ സാധിക്കുന്നതായിരിക്കും. കണ്ടല്ലോ, നമ്മൾ ജസ്റ്റ് ഇതിനൊക്കെ വാല്യൂസൊക്കെ കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ആദ്യം കൊടുത്തപ്പോൾ കാണാഞ്ഞത് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. കണ്ടല്ലോ, ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് ഒരു സിമ്പിൾ സ്റ്റാർ ഫീൽഡ് എഫക്റ്റ് കൊടുക്കണം എങ്ങനെയെന്ന് പറഞ്ഞു തരാം. അതും ഇതുപോലെ തന്നെ ഒരു റെക്ടാങ്കിൾ ഷേപ്പ് ആഡ് കൊടുക്കുക. മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഫിൽ കോമ്പൻസേഷൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുക്കുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുത്ത ശേഷം ഇവിടെ ഇസഡ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ടല്ലോ, ഇസഡ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ഒരു 3000 ആക്കി കൊടുക്കുക. കറക്റ്റായിട്ട് 3000ൻ്റെ മുകളിൽ തന്നെ കറക്റ്റായിട്ട് വെക്കുക. 3000ൻ്റെ മുകളിൽ തന്നെ വെക്കുക. അതിനുശേഷം മൂന്നാമത് കാണുന്ന സൂം ഓപ്ഷൻ ഉണ്ടല്ലോ, അത് സെലക്ട് ചെയ്ത ശേഷം അതൊരു 5000ൻ്റെ മുകളിലും കൊടുക്കുക. ഹൈറ്റ് 5000ൻ്റെ മുകളിലും കറക്റ്റായിട്ട് കൊടുക്കുക. ഇത്രയും കൊടുത്ത ശേഷം സിമ്പിൾ സ്റ്റാർ ഫീഡ് ആഡ് ചെയ്താലേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ആ റെക്ടാങ്കിൾ ഷേപ്പിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ട് എത്തിക്കുക. ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എഫക്റ്റ് എടുക്കുക. താഴെ കാണുന്ന എഫക്റ്റ് എടുത്ത ശേഷം ആദ്യത്തെ എഫക്റ്റ് ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം കോപ്പി ബാക്ക്ഗ്രൗണ്ട് എന്ന് കൊടുക്കുക. COP എന്ന് കൊടുക്കുക. കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് കൊടുക്കുക. ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം സിമ്പിൾ സ്റ്റാർ ഫീഡ് എന്ന് കൊടുക്കുക. SIM എന്ന് കൊടുക്കുക. സിമ്പിൾ സ്റ്റാർ ഫീഡ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് കൊടുക്കുക. അതിനകത്ത് X സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്റ്റാർട്ടിൽ ഒരു കീ കൊടുക്കുക. എൻ്റെ എത്തിയ ശേഷം ഒരു 250ൻ്റെ മുകളിലായിട്ട് കറക്റ്റായിട്ട് വെക്കുക. കറക്റ്റായിട്ട് 250ൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വെക്കുക. ഇത്രയും ചെയ്യാൻ നേരത്ത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ്. ഇനി പ്ലേ ചെയ്ത് നോക്കുന്നത് നിങ്ങൾക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ലഭിക്കുന്നതാണ്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഫോട്ടോസുകളും വീഡിയോസും എല്ലാം ലഭിക്കാനായിട്ട് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഇനി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വീഡിയോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനകത്ത് വീഡിയോസിനകത്ത് എക്സ്പോർട്ട് റെസൊല്യൂഷനകത്ത് നിങ്ങൾക്ക് സൂട്ടബിൾ ആകുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജ് വരുന്നത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.